ഹലോ ഫ്രണ്ട്സ്, സോ ഈ വീഡിയോയിൽ നമ്മൾ ന്യൂ ഐഎംസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫസ്റ്റ് ജനറേഷൻ ഐഎംസിൽ ഉള്ള 3 ഐഎംസ് ആണ് കമ്പയർ ചെയ്യുന്നത്. കാരണം ഓൾറെഡി ഉദയ്പൂർ, ട്രിച്ചി ആൻഡ് റാഞ്ചി നമ്മൾ കമ്പയർ ചെയ്തു. അപ്പൊ എന്തുകൊണ്ട് ഉദയ്പൂർ, ട്രിച്ചി, റാഞ്ചി ഒരു വീഡിയോയിൽ കമ്പയർ ചെയ്തു, റായ്പൂർ, കാശ്പൂർ, റോട്ടക് അടുത്ത വീഡിയോയിൽ കമ്പയർ ചെയ്യുന്നു എന്ന് ചോദിക്കുന്നത്, ബേസിക്കലി ഇത് രണ്ടും തമ്മിൽ ആദ്യം കമ്പയർ ചെയ്ത ആ ഒരു സെറ്റ് കുറച്ചുകൂടെ അടിപൊളിയും ഈ പറയുന്ന സെറ്റ് കുറച്ചുകൂടെ താഴെയും എന്നുള്ള രീതിയിൽ വിചാരിക്കരുത്. ഒരു 3 എണ്ണം കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഈസിയർ ആവും ആ കമ്പാരിസൺ എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ ഇതിനകത്ത് ഞാൻ കുറച്ച് ഇതും കൂടി പറയും, അതായത് ട്രിച്ചി, ഉദയ്പൂർ ഒക്കെ വെച്ചിട്ടുള്ള ഒരു ചെറിയ കമ്പാരിസൺ സാധനങ്ങളും പറയാം. പിന്നെ ഓൾസോ ഇറ്റ്സ് ലൈക്ക് സ്ലൈറ്റ്ലി ഡിഫിക്കൽട്ട് ടു കമ്പയർ ഓരോരോ കോളേജും വെച്ചിട്ട്. ഇത് മാത്രമല്ല, ഐഎംസ് മാത്രമല്ലല്ലോ ഉള്ളത്. ഇതിന്റെ ഇടയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ IIM മുംബൈ, ഷില്ലോങ്, പിന്നെ IIFT, MDI, IMT ഗാസിയാബാദ്, XAMB, പല ബി സ്കൂളും വെച്ചിട്ട് ഇതിനകത്തൊക്കെ പല കമ്പാരിസൺസ് വരും. അപ്പോൾ ഒരുപാട് പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് വരും. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇതോടുകൂടി ഈ പറയുന്ന ഒരു കോളേജ് കമ്പാരിസൺ വീഡിയോസ് നിർത്തിയിട്ട് നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാൻ വേണ്ട കുറച്ച് കീ പോയിന്റേഴ്സ് അടുത്തൊരു വീഡിയോയിൽ പറയാമെന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും ഇതിലോട്ട് വരാം. ഇത് ഞാൻ വളരെ ഷോർട്ടായിട്ട് വെക്കാം, ഒരുപാടൊന്നും നോക്കാനില്ല. ഇതിനകത്ത് ഒരു കാര്യം എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാശിപ്പൂർ എന്ന് പറയുന്ന IIMല് ഇപ്പൊ ഈ 3 IIM പറയുകയാണെങ്കിൽ റായ്പൂർ, കാശ്പൂർ ആൻഡ് റോട്ടക് 3നും നല്ല ക്യാമ്പസ് ഫെസിലിറ്റീസ് ഉണ്ട്. അവരെല്ലാവരും ഒരു പെർമനന്റ് ക്യാമ്പസിലോട്ട് മൂവ് ചെയ്തു. അത്യാവശ്യം നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. പക്ഷെ ഞാൻ നടത്തിയൊരു സ്റ്റഡി വെച്ചിട്ട് റായ്പൂരിലാണ് കുറച്ചുകൂടെ ബെറ്റർ സ്പോർട്സ് ഫെസിലിറ്റീസും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. കാശിപ്പൂരിലാണ് ബെറ്റർ ഹോസ്റ്റൽസ് ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റിയത്. അതായത് കാശിപ്പൂരിലെ ഹോസ്റ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6-7 ഹോസ്റ്റൽസിന് ഒരു കോമൺ ഏരിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈവൻ ഈ ബ്ലാക്ക് ഐഎംസിലൊന്നും ഇല്ലാത്ത ഒരു കൈൻഡ് ഓഫ് സംഭവമാണത്. സോ അത് എനിക്ക് ഹോസ്റ്റൽ വൈസ് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. സ്റ്റുഡന്റ് എക്സ്ചേഞ്ച് നോക്കുന്ന സമയത്ത് സ്റ്റുഡന്റ് എക്സ്ചേഞ്ചിൽ റായ്പൂർ ആണ് കുറച്ച് മുന്നിൽ നിൽക്കുന്നത്. അതായത് ഒരു ടേമിൽ നിങ്ങളുടെ 6 ടേമുള്ള MBAയിൽ ഒരു ടേം നിങ്ങൾക്ക് വിദേശത്ത് പോയി പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പൊ ഈ 3 IIMസിൽ ഈ പറയുന്ന റായ്പൂരിലാണ് കുറച്ചുകൂടെ എക്സ്ചേഞ്ചിനുള്ള ഇതുള്ളത്. കാരണം ഇപ്പം റാഞ്ചിയിലൊക്കെ ഞാൻ ചോദിച്ച സമയത്ത് ആകെ 10 പേർക്കോ 12 പേർക്കോ കണ്ട് ഒരു വർഷം അവർ പോയിട്ടുള്ളൂ. പക്ഷെ ഇവിടെ വരുമ്പോഴത്തേക്കും മോർ ദാൻ 50, 60, അപ് ടു 100 ഒക്കെ പോകാന്നൊരു പറയുന്നുണ്ട്. അത്രയൊന്നും നടക്കാനുള്ള ചാൻസ് ഇല്ല. സോ 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി അവരുടെ ബാച്ച് 300, 330 ഉള്ള ബാച്ചേഴ്സിന്റെ 1/3 4Xന് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്താണ് 4X എന്ന് പിന്നെയും കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഫോറിൻ എക്സ്ചേഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വേണമെങ്കിൽ അതിന് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം. ബട്ട് ദെൻ നിങ്ങളുടെ 6 ടേമുള്ള MBAയിൽ 5th or 6th ടേമിൽ നിങ്ങൾക്ക് വിദേശത്തുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് ഇവിടുത്തെ അതേ ക്രെഡിറ്റ്, ഇവിടെ 20 ക്രെഡിറ്റ് ആണ് നിങ്ങൾക്ക് ആ ഒരു ടേമിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടെങ്കിൽ ആ 20 ക്രെഡിറ്റിന് ഇക്വലന്റ് ആയിട്ടുള്ള ക്രെഡിറ്റ്സ് ഒരു വിദേശത്തുള്ള യൂണിവേഴ്സിറ്റി പോയി എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. ഇത് എന്തുകൊണ്ട് ആൾക്കാർക്ക് ലുക്രേറ്റീവ് ആവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിദേശത്ത് പോയി ഒരു കോളേജിൽ 3 മാസം പഠിക്കാമെന്നുള്ളതല്ല. ഇവിടെ നിന്നുള്ള സ്റ്റുഡൻസ് വിദേശത്ത് പോകുമ്പോൾ അവിടുത്തെ അറ്റൻഡൻസ് പോളിസി കുറച്ചുകൂടെ ലീനിയന്റ് ആണ്. ഇൻ ദ സെൻസ് 0% അറ്റൻഡൻസ് ഒക്കെ ആയാലും മതി. കാരണം യൂറോപ്പിൽ നിങ്ങൾക്കറിയാം, യൂറോപ്പ് അല്ലെങ്കിൽ കൂടുതലും ഈ എക്സ്ചേഞ്ച് ഉള്ള യൂറോപ്പ്, ബ്രസീൽ പോലെയുള്ള കൺട്രീസിൽ അക്കാഡമിക്സ് ഭയങ്കര ലൈറ്റ് ആണ്. അതായത് നമ്മളുടെ ഒരു MBAയുടെ ഒരു 2-3 സബ്ജക്റ്റ് ആയിരിക്കും അവരുടെ ഒരു ഫുൾ ഒരു MIM പോലത്തെ അവിടെ ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി തന്നെ നമ്മളുടെ ഒരു 2-3 സബ്ജക്ട്സിന്റെ അത്ര ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പം പല ഫണ്ണി ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസ് ഉണ്ട്, വേണമെങ്കിൽ വെള്ളം ഞാൻ പറയാം. സോ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് എക്സ്ചേഞ്ചിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഫ്രാൻസിലെ ഒരു വളരെ റെപ്യൂട്ടഡ്, അതായത് ഈ ട്രിപ്പിൾ അക്രഡിറ്റേഷൻ ഒക്കെ ഉള്ള ഒരു ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ പോയതാണ്. അപ്പൊ അവിടെ ഉള്ളവരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്ലോ ആണ് എല്ലാ കാര്യത്തിലും, കാൽക്കുലേഷൻ, പ്രസന്റേഷൻ കാര്യങ്ങളിലൊക്കെ. ഇപ്പൊ ഇവര് പോയി അവിടെ അറ്റൻഡൻസ് 0 ആണ്. കാരണം അവിടുത്തെ ഉള്ള യൂണിവേഴ്സിറ്റിയിലുള്ളവർക്കും അറിയാം ഇവിടെ നിന്ന് സ്റ്റുഡൻസ് എന്തിനാണ് എക്സ്ചേഞ്ചിൽ പോകുന്നത് എന്നുള്ളത്. ബേസിക്കലി അവിടെ പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ടൊന്നുമല്ല, അവിടെ ആ ഒരു 3 months ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടായിരിക്കും പോകുന്നത്. അപ്പൊ അത്യാവശ്യം എന്തായാലും കോളേജിൽ ഫീസ് ഒന്നും അടയ്ക്കണ്ട. കാരണം ഇവിടുത്തെ ഫീസ് അടച്ചാൽ അവിടുത്തെ അക്കാഡമിക് ട്യൂഷൻ ഫീസ് കവേർഡ് ആണ്. അപ്പൊ അവിടെ മാക്സിമം രാജ്യങ്ങൾ ബക്കറ്റ് ലിസ്റ്റ് ടിക്ക് ചെയ്യുക, സ്ഥലം കാണാൻ വരിക, ഇത്ര തന്നെ ഉദ്ദേശമുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടുത്തെ കോളേജുകളും കുറച്ച് ലീനിയന്റ് ആയിരിക്കും. അപ്പൊ ഇവർക്കൊരു പ്രസന്റേഷൻ എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ കഴിഞ്ഞ 1 മാസമായിട്ട് അവിടെയുള്ള ആൾക്കാരൊക്കെ, അവിടെയുള്ള സ്റ്റുഡൻസ് ഒക്കെ മരിച്ച് പണിയെടുക്കുകയാണ് ഈ ഒരു പ്രസന്റേഷൻ റെഡിയാക്കാൻ വേണ്ടി. അപ്പൊ ഇവര് ഫുള്ള് ചില്ല് ചെയ്ത് കുറെ സ്ഥലത്തൊക്കെ പോയി. പ്രസന്റേഷൻ നടക്കുന്ന അന്ന് രാവിലെ ആണെങ്കിൽ അന്ന് വെളുപ്പിന് 5 മണിക്കാണ് ഇവർ തിരിച്ച് റൂമിലെത്തുന്നത്. അപ്പൊ പ്രസന്റേഷൻ ഒന്നും ആയിട്ടില്ല. അപ്പൊ ഇവര് പെട്ടെന്ന് ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ട് ഒരു സ്ഥിരം നമ്മൾ ക്ലാസ് റൂംസിൽ യൂസ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ ആപ്പിളിന്റെ എക്സാമ്പിൾ ആണ്. കാരണം എല്ലാവർക്കും അറിയാവുന്ന കഥയാണ്. ആപ്പിൾ ഫൗണ്ട് ചെയ്തത്, ആപ്പിളിന്റെ ഡിസൈൻ തിങ്കിങ്, ആപ്പിളിന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, ഡീകോയ് എഫക്റ്റ്, മറ്റേത് അത് ഇതൊക്കെ.
അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഇവരൊരു പ്രസന്റേഷൻ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കി. അപ്പോൾ ഇവർ നോക്കുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ നല്ല അടിപൊളി പ്രസന്റേഷനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഇവര് ഈ പ്രസന്റേഷൻ മൊത്തം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ക്ലാസ് റൂം എണീച്ച് നിന്ന് കൈയടിച്ചു, ഇൻക്ലൂഡിങ് ഫാക്കൽറ്റി പറഞ്ഞത് ഇതുവരെ കണ്ടിട്ടുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് പ്രസന്റേഷൻസ് ആണെന്നാണ് പറഞ്ഞത്. അപ്പം പോയിന്റ് ബീങ് അത്രയും ലൈറ്റ് ആണ് അവിടുത്തെ അക്കാഡമിക്സ് എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അതായത് ഇത്രയൊക്കെ ഇറങ്ങി നടന്നിട്ടും അവർ ഇത്ര ഒരു മാസം അവരവിടെ വർക്ക് ചെയ്തിട്ട് പോലും അവിടുത്തെ ആൾക്കാർക്ക് ഇവരുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. സോ അവിടെ പോയി കഴിഞ്ഞാൽ ബേസിക്കലി അക്കാഡമിക്സ് ഒക്കെ ലൈറ്റ് ആയിരിക്കും. സോ യു വിൽ ഗെറ്റ് ടു ട്രാവൽ മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ. എനിക്ക് അറിയാവുന്ന ആൾക്കാരൊക്കെ ഒരു ആവറേജ് ഒരു 15 to 20-25 കൺട്രീസ് വരെ കവർ ചെയ്ത ആൾക്കാരുണ്ട്. സോ അതാണ് ഇതൊരു പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം. ഒരു 5 to 6 lakhs റുപ്പീസ് അഡീഷണൽ എക്സ്പെൻസ് നിങ്ങൾക്ക് ആവുമായിരിക്കും, ഇൻക്ലൂഡിങ് നിങ്ങളുടെ ഫ്ലൈറ്റ്, അവിടുത്തെ അക്കോമഡേഷനും. നിങ്ങൾ ഇത്രയും കൺട്രീസ് ഒക്കെ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ, ഈവൻ ഞാൻ നോക്കിയപ്പോൾ യൂറോപ്പിൽ പഠിക്കാൻ പോകുന്ന MBA അല്ലാതെ നേരിട്ട് പഠിക്കാൻ പോകുന്ന ആൾക്കാർ പോലും ഇത്രയും കൺട്രീസ് ഒന്നും വിസിറ്റ് ചെയ്തതായിട്ട് കാണുന്നില്ല. കാരണം ഒബ്വിയസ്ലി അവരൊരു സ്ഥലത്ത് പോകുന്ന സമയത്ത് അവർക്ക് വേറെ പ്രഷർ ഉണ്ടാകും. ഇവിടെ നിങ്ങൾക്ക് പ്രഷർ ഒന്നുമില്ല. കാരണം നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ബേസിക്കലി അൾട്ടിമേറ്റ്ലി നിങ്ങൾ ഇനി തിരിച്ചു വന്നാൽ മതി. 3 മാസം കഴിഞ്ഞ് നിങ്ങൾ അവിടെ ജോലി കണ്ടുപിടിക്കേണ്ട, ഇന്റേൺഷിപ്പ് കണ്ടുപിടിക്കേണ്ട. തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ നിങ്ങളുടെ പ്ലേസ്മെന്റ്സ്, ഇവിടെ നിന്നുള്ള പ്ലേസ്മെന്റ്സും കിട്ടുന്നുണ്ടാവും. പിന്നെ ഈ പൈസ കംപ്ലീറ്റ്ലി ലോണിൽ കവർ ആകും. സോ ഇതാണ് ഫോറിൻ എക്സ്ചേഞ്ചിനെ കുറിച്ച് പറയുന്നത്. ഫോറിൻ എക്സ്ചേഞ്ച് ആണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ബ്ലാക്കിൽ ഒരു കോൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻഡോറിൽ തന്നെ പോവുക. കാരണം 200 എത്ര ആൾക്കാർക്ക് വേണമെങ്കിലും ഫോറിൻ എക്സ്ചേഞ്ചിൽ പോകാനുള്ള അത്രയും എക്സ്ചേഞ്ച്, അത് അത്രയും ഒരു കൾച്ചർ ആയിട്ടുള്ള ഒരു ബി സ്കൂളാണ് ഇൻഡോർ. അത് പറഞ്ഞുകൊണ്ട് നമ്മൾ തിരിച്ച് ടോപ്പിക്കിലേക്ക് വരാം. നിങ്ങളൊരു ഫിനാൻസ് എൻതൂസിയാസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പോകാൻ പറ്റിയ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് IIM ട്രിച്ചി ആണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ട്രിച്ചി കിട്ടിയിട്ടില്ല, ഉദയ്പൂർ ഉണ്ടെങ്കിൽ ഉദയ്പൂരിൽ പോവാം. അതൊരു ഫിനാൻസിന് പേര് കേട്ടത് അല്ലെങ്കിലും ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഒരിക്കലും പോകാൻ പാടില്ലാത്ത 2 കോളേജുകൾ ഞാൻ പറയുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി 1 കാശിപ്പൂർ. കാശിപ്പൂർ വിൽ ബി ഓൺ ദി ടോപ്പ് ഓഫ് ദി ലിസ്റ്റ്. ഫിനാൻസ് ആണ് നിങ്ങളുടെ ഒരു മേജർ ഇതെന്നുണ്ടെങ്കിൽ കാശിപ്പൂർ പോവാതിരിക്കുക, റായ്പൂറും പോവാതിരിക്കുക. കാരണം കാശിപ്പൂരിൽ അവരുടെ സെക്കൻഡറി പ്രോഗ്രാം, ഇതൊക്കെ എങ്ങനെ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടും ഓരോ പ്രോഗ്രാമിൽ അലൈൻമെന്റ് ആവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഇനീഷ്യൽ ഫാക്കൽറ്റീസ്, ഡയറക്ടേഴ്സിനൊക്കെ ഏതെങ്കിലും ഒരു ഏരിയയിലോട്ട് ഇൻക്ലിനേഷൻ ഉണ്ടെങ്കിൽ ആ ഏരിയാസിലോട്ടുള്ള കൂടുതൽ കോഴ്സുകൾ ഓഫർ ചെയ്യും, നല്ല ഫാക്കൽറ്റീസിനെ അട്രാക്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്ത് വരികയും ചെയ്യും. കാശിപ്പൂരിൽ ഇറ്റ്സ് വെരി ക്ലിയർ, IT, അനലറ്റിക്സ് ആൻഡ് പ്രൊഡക്റ്റ് മാനേജ്മെന്റ് ആണ് അവർ മാക്സിമം ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ബിക്കോസ് ദേ ഓൾസോ ഹാവ് എ സെക്കൻഡ് പ്രോഗ്രാം വിച്ച് ഈസ് ബിസിനസ് അനലറ്റിക്സ്, റൈറ്റ്? സോ അങ്ങനെയുള്ളപ്പോൾ തന്നെ PGDBA പോലത്തെ ബിസിനസ് അനലറ്റിക്സിന്റെ ഒരു പ്രോഗ്രാം തന്നെ ഉണ്ട്. സോ ഇറ്റ്സ് വെരി ക്ലിയർ ദാറ്റ് അവരുടെ ഒരു ഇൻക്ലിനേഷൻ ഈസ് ടുവേർഡ്സ് IT, അനലറ്റിക്സ്, പ്രൊഡക്റ്റ് മാനേജ്മെന്റ് ഒക്കെ. അവരുടെ പ്ലേസ്മെന്റ് റിപ്പോർട്ടും. സോ കാശിപ്പൂർ ഹാസ് എൻ ഓഡിറ്റഡ് പ്ലേസ്മെന്റ് റിപ്പോർട്ട്. ഉദയ്പൂർ, അഹമ്മദാബാദ് ആൻഡ് കാശിപ്പൂർ ആർ ദി ഓൺലി 3 IIMs which is having ഒരു പ്രോപ്പർ ഓഡിറ്റഡ് റിപ്പോർട്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആൻഡ് ഓഡിറ്റഡ് റിപ്പോർട്ട് നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും നോക്കണം. ദി ഡിഫറൻസ് ബിറ്റ്വീൻ ആൻ ഓഡിറ്റഡ് ആൻഡ് ആൻ അൺഓഡിറ്റഡ് റിപ്പോർട്ട്. ബിക്കോസ് ഓഡിറ്റഡ് റിപ്പോർട്ട് 100% നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം അതിനകത്തുള്ള നമ്പേഴ്സ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ സിറ്റീസിൽ നിങ്ങൾക്ക് എത്ര പാക്കേജ് കിട്ടും, ഓരോ ഡൊമൈൻസിൽ, ഓരോ പ്രൊഫൈൽസിൽ എത്ര പാക്കേജ് വന്നിട്ടുണ്ട്, അതിൽ തന്നെ പർച്ചേസ് പവർ പാരിറ്റി വെച്ചിട്ട് ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് ഉണ്ട്, PPP വെച്ച് കമ്പയർ ചെയ്യുന്ന സാധനമുണ്ട്. അപ്പോൾ അത്രയും അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട് ആ സാധനം. പ്രൊഡക്റ്റ് മാനേജ്മെന്റ് 24.2% എന്നാണ് കാശിപ്പൂർ എഴുതിയിരിക്കുന്നത്. പക്ഷെ ഐ ഡോണ്ട് ട്രസ്റ്റ് ദാറ്റ്. മേ ബി IT, അനലറ്റിക്സും ഈ പറയുന്ന IT കൺസൾട്ടിങ്ങും എല്ലാം കൂടെ ചേർത്തിട്ടായിരിക്കും 24% ഉണ്ടാവുക. കാരണം 24% പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ IIM ബാംഗ്ലൂരിൽ പോലും ടച്ച് ചെയ്യാൻ പറ്റാത്ത ഒരു നമ്പറാണ്. സോ അത്രയും പ്രൊഡക്റ്റ് മാനേജ്മെന്റ്, അല്ലെങ്കിൽ അത് കംപ്ലീറ്റ്ലി സ്റ്റാർട്ടപ്പ് പോലെയുള്ള കമ്പനീസ് ആവാം. കാരണം എനിക്ക് തോന്നുന്നില്ല പ്രൊഡക്റ്റ് മാനേജ്മെന്റ് 24% ഒന്നാണ്. ബട്ട് സ്റ്റിൽ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഈസ് 24% നല്ലൊരു ശതമാനം IT ആ ഒരു സൈഡിലോട്ട് പോകുന്നുണ്ട്. ആൻഡ് മൈ റെക്കമെൻഡേഷൻ ഈസ് അങ്ങനെ ഒരു ഇൻക്ലിനേഷൻ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് വർക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ദിസ് മൈറ്റ് ബി എ ഗുഡ് ഓപ്ഷൻ. എസ്പെഷ്യലി BTech കഴിഞ്ഞിട്ട് IT-ലൊക്കെ വർക്ക് ചെയ്ത ആൾക്കാർക്ക് ഇഫ് ദേ സ്റ്റിൽ വാണ്ട് ടു കണ്ടിന്യൂ ദി സെയിം ഡൊമൈൻ ദാറ്റ് വിൽ ബി ഗുഡ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അഗെയിൻ ഫിനാൻസ് ഡെഫിനറ്റ്ലി ഡോണ്ട് ഗോ ഫോർ കാശിപ്പൂർ. ആൻഡ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് നോക്കുകയാണെങ്കിൽ അഗെയിൻ 22% വരുന്നുണ്ട്. സോ ഐ തിങ്ക് കാശിപ്പൂർ കുറച്ച് ഫ്രഷേഴ്സിനും സേഫ് ആയിട്ട് പോകാം. പക്ഷേ ഫ്രഷേഴ്സിന് ഈ 3 കോളേജിൽ ഞാൻ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുക റായ്പൂർ ആണ്. കാരണം റായ്പൂരിന്റെ പാക്കേജ് വൈസും അത്യാവശ്യം ബെറ്റർ ആയിട്ട് കാണുന്നുണ്ട്. കമ്പനീസ് വിസിറ്റ് ഇൻ ദി ക്യാമ്പസ് ആണെങ്കിലും സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ആണെങ്കിൽ 29-30% വരുന്നുണ്ട്. അവിടെ ആണെങ്കിൽ ഫിനാൻസ് ഉള്ളവർ അഗെയിൻ പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഈ 3 കോളേജിൽ റോട്ടക് ആണ് ശരിക്കും ഫിനാൻസ് ഉള്ളവർക്കും എല്ലാവർക്കും പോകാൻ പറ്റുന്നത്. പക്ഷെ റോട്ടക്കിനെ കുറിച്ച് പറയുമ്പോഴും അവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, റോട്ടക്കിന്റെ അക്കാഡമി എല്ലാവർക്കും അറിയാം. റോട്ടക്കിന്റെ കുറെ മീംസും ട്രോൾസും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ജെൻഡർ ഡൈവേഴ്സിറ്റിക്ക് ഭയങ്കര വെയിറ്റേജ്, അക്കാഡമിക് ഡൈവേഴ്സിറ്റിക്ക് ഭയങ്കര വെയിറ്റേജ് ആണ്. ഓൾമോസ്റ്റ് 20% വെയിറ്റേജ് ഇതിന് രണ്ടിനും ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളവിടെ പോയി കഴിഞ്ഞാൽ ചാൻസ് ആർ ഹൈ ദാറ്റ് യു വിൽ ഫൈൻഡ് എ ലോട്ട് ഓഫ് ഫ്രഷേഴ്സ്.
എഗെയിൻ IPM കൂടി വരുന്നുണ്ട്. സോ IPM കൂടെ വരുമ്പോൾ എഗെയിൻ ലോട്ട് ഓഫ് ഫ്രഷേഴ്സ്. അതിൽ തന്നെ ഗേൾസിന്റെ എണ്ണം ഒരു 50-60-70% ഒക്കെ ഉണ്ട് എന്ന് ആണ് അറിയാൻ പറ്റിയത്. അപ്പം അത്രയും ഒരു ജെൻഡർ ഡൈവേഴ്സിറ്റി ഉണ്ട്. അപ്പൊ ഇത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഉണ്ട്. പോസിറ്റീവ്സ് എവിടെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഒരുപാട് കോർപ്പറേറ്റ് കേസ് കോമ്പറ്റീഷൻസ് വരുന്ന സമയത്ത് മാൻഡേറ്ററി ആയിട്ട് ഒരു ഗേൾ അല്ലെങ്കിൽ 2 ഗേൾ ടീമിൽ വേണം എന്നുള്ളത് പറയുമ്പോൾ പല ടൈമിലും ജെൻഡർ ഡൈവേഴ്സിറ്റി കുറവുള്ള ഒരു ബി സ്കൂളിലുള്ളവർ സ്ട്രഗിൾ ചെയ്യാറുണ്ട്. പക്ഷേ ഹിയർ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയില്ല. പിന്നെ ഫ്രഷേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഫ്രഷേഴ്സ് കൂടുതലുള്ള ഒരു ബി സ്കൂളിൽ പോകുന്നതാണ് എപ്പോഴും നല്ലത്. വർക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഏതിൽ വേണമെങ്കിലും പോവാം. വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരു ഫ്രഷേഴ്സ് കൂടുതലുള്ള ഒരു ബി സ്കൂളിൽ പോയാൽ വാട്ട് വിൽ ഹാപ്പൻ ഈസ് ഡെഫിനറ്റ്ലി കമ്പനീസ് വിൽ നീഡ് അൾട്ടിമേറ്റ്ലി പീപ്പിൾ വിത്ത് വർക്ക് എക്സ്പീരിയൻസ്. അപ്പം ഒരു കോളേജിൽ ഫുള്ള് ഫ്രഷർ ആണെന്നുണ്ടെങ്കിൽ അവർ കുറച്ച് വർക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഈസി ആയിട്ട് ചിലപ്പോൾ കയറി പറ്റാൻ പറ്റും. ഇനി വർക്ക് എക്സ്പീരിയൻസ് കൂടുതലുള്ള ഒരു ബി സ്കൂളിൽ ഒരു വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ പോയാൽ, സേ ഫോർ എക്സാമ്പിൾ IIM ബാംഗ്ലൂർ പോലത്തെ ഒരു ബി സ്കൂളിൽ പോയാൽ അവിടെ വർക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് വേണ്ടി കൂടുതൽ കമ്പനീസ് അങ്ങനത്തെ റോൾസും പ്രൊഫൈൽസും ഓപ്പൺ ആക്കും, കൺസൾട്ടിങ് പോലെയുള്ള അല്ലെങ്കിൽ പ്രൊഡക്റ്റ് മാനേജ്മെന്റ് പോലെയുള്ള. സോ ഇങ്ങനെ ഒരു 2 ഇതും ഉണ്ട്. രണ്ട് രീതിയിൽ ചിന്തിക്കാം. പക്ഷെ ഫ്രഷേഴ്സ് കൂടുതലുള്ള ബി സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ചാൻസ് ആർ ഹൈ ദാറ്റ് എന്തായാലും ഫ്രഷേഴ്സിന് വർക്ക് എക്സ് കൂടുതലുള്ള ഒരു ബി സ്കൂളിൽ പോയിട്ട് അവിടെ ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിരിക്കും. സോ ആ കേസിൽ ഐ തിങ്ക് കാശ്മീരിനെക്കാളും ഫ്രഷേഴ്സിന് ബെറ്റർ ഓപ്ഷൻസ് വിൽ ബി റോട്ടക് ഓർ റായ്പൂർ എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇൻ ജനറൽ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഇതിന്റെ എല്ലാത്തിന്റെയും ഫെസിലിറ്റീസ് ഒക്കെ അത്യാവശ്യം നല്ലതാണ്. എനിക്ക് ഒരുപാട് ഈ ബി സ്കൂൾസിനെ കുറിച്ച് ഒരുപാട് കീറി മുറിക്കാൻ അധികം ഡാറ്റ പോയിന്റ്സ് ഇല്ല, ടു ബി ഓണസ്റ്റ്. പക്ഷെ ഇതില് നിങ്ങൾ ഇതിനകത്ത് ഏത് ബി സ്കൂൾ കിട്ടിക്കഴിഞ്ഞാലും, സേ ഇപ്പം ഞാൻ ഇതല്ലെങ്കിൽ ഇതെടുക്കുക എന്ന് പറയുന്നു, നിങ്ങൾക്ക് ഇതിൽ ഏത് ബി സ്കൂൾ കിട്ടിക്കഴിഞ്ഞാലും അൾട്ടിമേറ്റ്ലി വൺസ് യു ഗോ ദർ, ഇഫ് യു ആർ ഹാവിംഗ് ദ റൈറ്റ് മൈൻഡ് സെറ്റ്, യു വിൽ ബി ഹാപ്പി. സേ ഇപ്പം അവിടെ ചെല്ലുമ്പോൾ തൊട്ട് നിങ്ങൾ റോട്ടയ്ക്ക് പോയി, അല്ലെങ്കിൽ വേണ്ട നിങ്ങൾ കാശിപ്പൂരിൽ പോയി. സോ കാശിപ്പൂരിൽ ഇൻ മൈ ഒപ്പീനിയൻ കാശിപ്പൂരിലെ സ്പോർട്സ് ഫെസിലിറ്റി, സ്വിമ്മിംഗ് പൂൾ ഇല്ല കാശിപ്പൂരിൽ. സോ കാശിപ്പൂരിൽ പോയിട്ട് നിങ്ങൾ അപ്പം തന്നെ സ്വിമ്മിംഗ് പൂൾ ഇല്ല. അപ്പം ഞാൻ പോയിട്ട് റായ്പൂരിന്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് അടിച്ചു നോക്കുന്നു, സ്വിമ്മിംഗ് പൂൾ കാണും. അയ്യോ ഞാൻ എടുത്തത് മണ്ടത്തരമായി പോയി എന്ന് വിചാരിച്ച് തുടങ്ങുന്ന ഒരു മൈൻഡ് സെറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന 2 വർഷം വിൽ ബി ഹൊറിബിൾ. അത് നിങ്ങൾ ഏത് ബി സ്കൂളിൽ പോയാലും, നിങ്ങൾ IIM കൽക്കട്ട പോയാലും നിങ്ങൾ വിചാരിക്കും അയ്യോ ബാംഗ്ലൂർ സൂപ്പർ ക്യാമ്പസ് ആയിരുന്നു, അതായിരുന്നു ഇതായിരുന്നു, സിറ്റിയിലാണെന്നൊക്കെ വിചാരിക്കും. അഹമ്മദാബാദ് പോയാൽ വിചാരിക്കും അയ്യോ കൽക്കട്ട പോയിരുന്നെങ്കിൽ കുറച്ചുകൂടെ അക്കാഡമിക് റിഗർ കുറവായിരുന്നു, 75% അറ്റൻഡൻസ് മതി എന്ന് വിചാരിക്കും. ബട്ട് ഇഫ് യു ആർ ഗോയിങ് വിത്ത് ദ റൈറ്റ് മൈൻഡ് സെറ്റ്, ഇപ്പം ഞാനൊക്കെ ഇൻഡോറിൽ പോയപ്പം വൺ ഓഫ് ദി തിങ് ഐ മേഡ് ഷുവർ ഈസ് ദാറ്റ്, ഒന്ന് ഞാൻ വളരെ ഗ്രേറ്റ്ഫുൾ ആയിരുന്നു ഇൻഡോറിന്. ഇൻഡോർ കൺവേർട്ട് ആയാലും ഞാൻ വളരെ ഗ്രേറ്റ്ഫുൾ ആയിരുന്നു. അത് ഇൻഡോർ എന്നുള്ളതല്ല, യു ക്യാൻ റീപ്ലേസ് ഇൻഡോർ വിത്ത് റായ്പൂർ ഓർ കാശ്പൂർ ഓർ വാട്ട് എവർ, ബിക്കോസ് ദീസ് ആർ ദി സോർട്ട് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഫോർ വിച്ച് പീപ്പിൾ സ്പെൻഡ് ദെയർ ഇയേഴ്സ്, ലൈക്ക് 2-3 years. ഇന്ത്യയിലെ ബെസ്റ്റ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് എന്നൊക്കെ പറയുന്നത് എന്താ പറയാ, ഒരു ഓൾവേസ് എ ഡ്രീം, ഒരു ചൈൽഡ്ഹുഡ് ഡ്രീം പോലത്തെ ഒരു സാധനമായിരുന്നു. അപ്പം ഞാൻ ആ 2 വർഷം ക്യാമ്പസ് നിന്നപ്പോഴും ഓരോ മൊമെന്റിലും ദെയർ വേർ പീപ്പിൾ അറൗണ്ട് us who were telling like അയ്യോ മെസ്സിൽ ഫുഡ് ഇതായില്ല, അല്ലെങ്കിൽ സമ്മർ പ്ലേസ്മെന്റ് IIM ലക്നോയിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു, പലതും പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഐ വാസ് എൻജോയിങ് ഈച്ച് ആൻഡ് എവറി മൊമെന്റ് ഐ സ്പെൻഡ് ഓൺ ക്യാമ്പസ്, ബിക്കോസ് ഒരുപാട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ എന്തായാലും ഉണ്ടാവും, ഒരുപാട് നിങ്ങൾക്ക് ടേക്ക് അവേസ് ഒരുപാട് എന്തായാലും ഉണ്ടാവും, 100%. അതുകൊണ്ടാണ് അതൊരു IIM ആവുന്നത്, റൈറ്റ്? സോ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ആ പോസിറ്റീവ്സിനെ ആണ് നിങ്ങൾ തേടി പോകുന്നത്, അതിനെ എംബ്രേസ് ചെയ്യാണ്, അല്ലാതെ നെഗറ്റിവിറ്റി മാത്രം കണ്ടുപിടിക്കാൻ പോവല്ല. ആൻഡ് ഓൾസോ കുറച്ചുകൂടി ഒരു ഓപ്പൺ മൈൻഡ്. ആദ്യം തന്നെ പോയിട്ട് അക്കാഡമിക്കലി അങ്ങ് ഭയങ്കര എനിക്ക് ടോപ്പർ ആവണമെന്നൊക്കെ പറഞ്ഞിട്ട് നിന്ന് വെറുതെ ഫൈറ്റ് ചെയ്ത് ക്ലാസ്സിലൊക്കെ ഡെസ്പറേറ്റ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അങ്ങനെയുള്ള രീതിയിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ യു മൈറ്റ് ഫീൽ എ ലിറ്റിൽ ഓഫ്. പക്ഷെ നിങ്ങളെ എൻജോയ് ചെയ്യാൻ വേണ്ടി കൂടെ പോവുക എന്നുള്ളതാണ് എനിക്ക് അൾട്ടിമേറ്റ്ലി നിങ്ങൾക്ക് തരാനുള്ള റെക്കമെൻഡേഷൻ. സോ ഇതിൽ ഏത് ബി സ്കൂൾ കിട്ടിക്കഴിഞ്ഞാലും ഇതെല്ലാം നല്ല ബി സ്കൂൾസ് തന്നെയാണ്. നിങ്ങൾക്ക് ഫോട്ടോസൊക്കെ അടിച്ച് നോക്കാം, അല്ലെങ്കിൽ യൂട്യൂബിൽ കുറേ ക്യാമ്പസ് ടൂർ വീഡിയോസ് ഒക്കെ ഉണ്ടാവും, അതൊക്കെ എടുത്ത് നോക്കുക. എല്ലാം നല്ല ക്യാമ്പസാണ്. ആൻഡ് ഇറ്റ്സ് ഓൾസോ ഒരു IIM. സോ IIM എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് തരുന്നൊരു ലെവറേജ് ഉണ്ട് ഇൻ ടേംസ് ഓഫ് യുവർ സോഷ്യൽ സ്റ്റാറ്റസ് കാര്യങ്ങളൊക്കെ. പ്ലസ് അതൊരു ഗ്രോയിങ് ബ്രാൻഡും ആയിരിക്കും. അറ്റ്ലീസ്റ്റ് ഇപ്പം അതല്ലെങ്കിൽ പോലും ഇപ്പം ചെറിയ ചില ഇൻസ്റ്റൻസസ് കൊണ്ട് 1 വർഷം 2 വർഷം എന്തെങ്കിലും ഒരു ഡയറക്ടർ ഇഷ്യൂ, എന്തെങ്കിലും ചെറിയ ഇഷ്യൂസ് കാരണം ദർ ക്യാൻ ബി കേസസ് വെയർ കോളേജ് നല്ലോണം പെർഫോം ചെയ്യുന്നില്ല, 1 വർഷം പ്ലേസ്മെന്റ് അടിപ്പോയി. പക്ഷേ 1 വർഷത്തെ ഡിപ്പും കാര്യങ്ങളും മറ്റതും അല്ലെങ്കിൽ ഏതെങ്കിലും ഒറ്റപ്പെട്ട ഇൻസിഡൻസ് നിങ്ങൾ ഇവിടെ സോഷ്യൽ മീഡിയ കണ്ടത് വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും കോളേജ് ഡിസൈഡ് ചെയ്യരുത് എന്ന് എനിക്ക് പറയാനുണ്ട്. സോ താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹോപ്പ് യു ഗോട്ട് അറ്റ്ലീസ്റ്റ് സം ഐഡിയ അബൌട്ട് ഹൗ ടു സെലക്ട് എ ബി സ്കൂൾ. അടുത്തൊരു വീഡിയോയിൽ ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ നിങ്ങൾക്ക് ബി സ്കൂൾ
ചൂസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ സംസാരിക്കുന്നതായിരിക്കും. സോ താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആസ് വെൽ. ഐ വിൽ ബി സൂൺ കമ്മിങ് അപ്പ് വിത്ത് മോർ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ്. ബൈ.